ഹലോ ഗൈസ് ഇന്ന് ഞങ്ങളെ എൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അല്ലേ. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം കൂടി ഉണ്ട്, അപ്പം അതിനും പോകാനുണ്ട്. വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. ഞങ്ങൾ ഇൻട്രോ ഇപ്പോഴാണ് എടുക്കുന്നത്. ഞങ്ങൾ കല്യാണത്തിന് പോവാണ്, അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ ബൈ. പിന്നെ നമ്മളിതാ പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. പായസത്തിന് 3 പാക്ക് പാലുണ്ട്, പിന്നെ അടപ്രഥമൻ മിക്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മിക്സ് വാങ്ങിക്കൊണ്ടുവന്നുണ്ട് ഇപ്പം. പിന്നെ ഇതിലാണ് നമ്മൾ പായസം വെക്കാൻ പോണത്. ഇന്ന് ഞങ്ങൾ ബിരിയാണി ഒന്നും വെച്ചില്ല കേട്ടോ. നല്ല എന്താ പറയുക, മാന്തൊക്കെ പൊരിച്ചിക്കണം. ഇന്ന് ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രാത്രിയും ഉച്ചക്കും ബിരിയാണി വെക്കണ്ട വിചാരിച്ചിട്ട് മീനൊക്കെ പൊരിച്ച് വെച്ചിട്ട് വെറുംചോറാട്ടോ ഉള്ളത്. പിന്നെ അതാ നല്ല മാന്ത മുളകിട്ട കറിയുണ്ട് ഗൈസ്. ഇതൊക്കെ ഉണ്ട്. പിന്നെ ബിരിയാണി ഒന്നും നമുക്ക് വേണ്ട കേട്ടോ. പിന്നെ നല്ലതാണ്, മോരുകറി ഉണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട്, വാഴക്കപ്പേരി ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഗൈസ്. കണ്ടോ, ഇതൊക്കെ ഇനി കൊണ്ടുപോയി വെക്കണം. അതിന് മുമ്പ് നമ്മൾ പായസം റെഡി ആക്കാൻ പായസത്തിൻ്റെ കൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിൽക്ക് മേഡ് കൂടെ ഉണ്ട് കേട്ടോ, അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതാ ഫൈനലി നമ്മൾ പായസത്തിൻ്റെ കൂട്ടിൻ്റെ എല്ലാ സാധനവും കൊണ്ടുപോയി വെച്ചത്. ബട്ടർ ഉണ്ട്, മിൽമ ഉണ്ട്, ഞങ്ങൾ എടുത്തതിൻ്റെ ബാക്കിയാട്ടോ. അല്ല, മിൽക്ക് മേഡ് എടുത്തതിൻ്റെ ബാക്കിയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇനി പഞ്ചസാരയും കൂടാണ്, അതെടുക്കണം. അപ്പം നമുക്ക് ഇത് വെച്ച് കണ്ട് നമുക്ക് പായസം റെഡിയാക്കാം. ഓക്കെ, അപ്പം നമുക്കിതാ നമ്മളെ പാത്രം അടുപ്പത്തേക്ക് വെക്കാം. ഓക്കെ, മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. നമ്മളവിടെ പായസം ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ഉപ്പാട്ടോ. എല്ലാ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്ക് ഉപ്പാണ് പായസം ഉണ്ടാക്കൽ. പക്ഷെ ഇന്നിപ്പോൾ എന്തോ വയ്യായിട്ട് ഞങ്ങളാട്ടോ ഇറങ്ങിയത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം 3 പാക്ക് പാലാണ് ഉള്ളത്, 2 പാക്ക് ഇപ്പം നമ്മൾ ഒഴിച്ച് ഇനിയിപ്പം ആവശ്യത്തിനനുസരിച്ച് എടുക്കും. പാല് കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്കൊരു കല്യാണം കിട്ടും രാത്രി പോകാൻ. അപ്പം അതിന് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കല്യാണം വീട്ടിൽ. അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് ബിരിയാണി ഉണ്ടാക്കാത്തത്. അതെ, ഹോളിൽ വെച്ചിട്ട് അവിടെ അടുത്തുള്ള കല്യാണം ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. പക്ഷേ ഹോളിലായതുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകണം. അപ്പോൾ അതാ പാലിതാ ഒഴിച്ച് ഇതൊന്നും ഒന്ന് ചൂടായി ഒന്ന് സെറ്റാവട്ടെ. നമ്മൾ ബാക്കിയൊക്കെ അതിലേക്ക് ഇടാം. നമ്മളെ പാല് കുറച്ച് ഒന്ന് ചൂടായി തിളയ്ക്കാനായിരുന്നു. അപ്പോൾ നമ്മളിതാ പായസത്തിൻ്റെ മിക്സ് ഇടാൻ പോകും കേട്ടോ. അടപ്രഥമനാണ്, ഡബ്ലോസിൻ്റെ അടപ്രഥമൻ മിക്സ് ആട്ടോ. അപ്പോൾ നമ്മൾ ഇത് അതിലേക്ക് ഇടാം. കുറച്ച് പൊളിച്ചിട്ട് ഇതാ ഇതിലേക്ക് ഇടാൻ പോവാം. ഞങ്ങൾ ഈ ഡബ്ലോസിൻ്റെ എന്താ പറയുക മിക്സ് തന്നെ കേട്ടോ ഞങ്ങൾ വാങ്ങി. ഞങ്ങളെ ഫേവറേറ്റ് ആണ്. ഇതിലെല്ലാം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഷുഗർ വരെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഗൈസ്. വേണ്ടവരൊക്കെ വാങ്ങിച്ചോളൂ, നല്ല ടേസ്റ്റ് അതിൻ്റെ പായസം കേട്ടോ. ഇത് മുറിച്ച അതൊക്കെ പോയി ഇതൊക്കെ നമ്മൾ മുറിച്ചുണ്ടെന്നാ. നമ്മൾ ഫേവറേറ്റ് പായസമാണിത്. ഉമ്മക്ക് പക്ഷെ ഇഷ്ടമല്ല കേട്ടോ. ഉമ്മ പിന്നെ ഈ വക സാധനങ്ങളൊന്നും കുടിക്കില്ല. അതെ, പരിപ്പ് പ്രഥമൻ ആളാണ്. അല്ല, ഇതൊക്കെ ഉണ്ടാക്കും, കുടിക്കൂല. ഞങ്ങൾക്ക് ഏലക്കായൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇടുന്നുണ്ട് കേട്ടോ. 2 ഏലക്ക അതിലേക്ക് ഇടുന്നുണ്ട്. വേണ്ടവരിട്ടാൽ കേട്ടോ. ഇത് അതിലുണ്ട്, നമുക്കത് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ 2 കൂടി എക്സ്ട്രാ ഇട്ടു കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിൽ മധുരം ഉണ്ട്, പക്ഷെ വേണമെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മേഡ് ഇട്ടെടുത്താൽ മതി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആനിവേഴ്സറി ഉള്ള ചെക്കനാതാ തെണ്ടി നടക്കണത് ഇങ്ങനെ. മറ്റോ എടാ ഫുഡ് കഴിച്ച് കേക്ക് മുറിക്കൂലേ? എന്നേക്കാ കേക്ക് ഉണ്ടോ? ഓ, അങ്ങനെ ഇതാ നമ്മള് ബട്ടറാണ് കേട്ടോ ഇടുന്നത്. പായസത്തിലേക്കുള്ള അണ്ടിയും മുന്തിരിയും കൂടിയും ചോപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല മിൽമൻ്റെ ബട്ടറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിട്ട് വറവ് ചെയ്താൽ കേട്ടോ. അങ്ങനെ അതാ നമ്മളിതാ കശുവണ്ടിയിലേക്ക് ഇട്ടുന്നു കേട്ടോ.
ഇത് കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പായസത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. അതാ കുറച്ച് അത് നല്ല റോസ്റ്റായി വന്നപ്പോൾ മുന്തിരി കൂടി ഇട്ട് ഒന്നിങ്ങനെ ആക്കിയാൽ മുന്തിരി വീർത്ത് വരും കേട്ടോ. നല്ല രസമാണ് കാണാൻ. നല്ല കേരമലായി ഗായ്സ്. കളർ കണ്ടില്ലേ? ഇനി ഇത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സാക്കി കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചൂടാറിയിട്ട് കുടിക്കുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ഗായ്സ് കണ്ടില്ലേ? നല്ല രസമല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാ ഗായ്സ് കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കിട്ടി ഗായ്സ്. അങ്ങനത്തെ ഗായ്സ് കേക്ക് ഞങ്ങളെ വീട്ടിലെത്തി. ഇനി നമുക്ക് മുറിക്കുമ്പോൾ കാണാം. സിഗ്നേച്ചർ. അതെ, ഞങ്ങളിതാണ് ഇവിടുന്ന് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാ കേക്കും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങൾ ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവര് അവർക്ക് എവിടക്കോ ഉണ്ട്. അപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോലും പറഞ്ഞു തരും കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ കേക്ക്. പുറത്തെടുത്തോക്കാം. ഓപ്പൺ ചെയ്യും. കേക്ക് മൂന്നെണ്ണം വെച്ച് എന്നാ ഫുള്ള് ചുറ്റും വെച്ചോട്ടെ. അപ്പൊ ഇതാണ് ഗൈസ് കേക്ക്. എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? സൂപ്പർ കേക്കാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ അതാകുമ്പോൾ തിന്നാലും നമുക്ക് മടുത്തില്ല. അധികം ഇവിടെ അധികം ചോക്ലേറ്റ് ആണ് വാങ്ങല്. അപ്പം ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇത് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല രസമുണ്ടല്ലേ കേക്ക് കാണാൻ? മുകളിലുള്ള 3 ചെറിയ നമുക്ക് എടുക്കട്ടോ. കണ്ടോ? ഇവിടെ എല്ലാ പരിപാടിക്ക് കേക്ക് വാങ്ങും. എന്നിട്ട് എന്താ ചെയ്യാ അറിയതാ? ഇവരെ വിളയാട്ടമാണില്ലേ? കണ്ടില്ല ഗായ്സ്? കണ്ടോ? കേക്ക് നമ്മളെ പേര് പറഞ്ഞെല്ലാം വാങ്ങും. ഈ ചെറുത ഏതാന്നറിയാ സാധനം? അതെ, കണ്ടോ? ഇക്കാലൊക്കെ അവിടെ നീക്കി വെച്ചിട്ട് മുറിച്ച് തിന്നു. അതില് മുങ്ങി കുളിച്ചോരറ്റ. ഇതാണ് ജസ്റ്റിന്റെ ഡ്രസ് കേട്ടോ. ഇതാണ് രണ്ടാളെയും ഡ്രസ്സ്. ലിങ്കൊന്നുമില്ല. ഷണ്ണിക്കാൻ്റെ ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയി വരാം. ബൈ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങളെ കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇനി കല്യാണത്തിന് പോവാണ്. ഞാനും അവള് ഗൗണാക്കി കാണില്ലല്ലേ? ഇതാണ് ജസ്റ്റിൻ്റെ ഔട്ട്ഫിറ്റ്. കണ്ടോ?